മോർണിംഗ് ആഗോള മലയാളികളെ 1 മണിക്കൂർ മുൻപേ എഴുന്നേൽക്കീൻ, നടക്കീൻ, വ്യായാമം ചെയ്യുവീൻ, നല്ല ഭക്ഷണം കഴിപ്പീൻ. എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്വം, എന്റെ മാത്രം ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യത്തോടെ 24 വാർത്താ ചാനൽ അവതരിപ്പിക്കുന്ന പ്രഭാത നടത്തം അഥവാ മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളൊരു പ്രകൃതി സുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ്, കടമ്പ്രയാറിന്റെ തീരത്താണ്. ഇവിടെ കുറ്റിരുട്ടും നിശബ്ദതയുമാണ്. ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ടായിരുന്നു രാവിലെ ക്രിസ്ത്യനോടെ വലിയ ശബ്ദം ഇവിടെ അലയൊലിച്ചത്. ഇവിടെ അത് എക്കോ ഉള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മാറ്റില്ലേ, പ്രകമ്പനം കൊള്ളാണ് ക്രിസ്ത്യനുടെ വാക്ക്. എക്കോ ടൂറിസം സെന്ററും കൂടെയാണ്. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പൊ കുറച്ചുകൂടെ നേരം വെളുത്ത് പൊടിക്ക് സമയം കഴിഞ്ഞാൽ മാത്രമേ മനോഹാരിത കിട്ടുള്ളൂ. കാര്യം ഇപ്പൊ ഇവിടെ കുറ്റിരുട്ടാണ്. അപ്പൊ ആ കുറ്റിരുട്ടിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. രാവിലെ ഒരുപാട് പേർ, അത് കൊക്കാണോ? ഒരു കൊക്കാരൻ ശബ്ദം കേട്ടാണ്. അപ്പൊ രാവിലെ ഒരുപാട് പേർ നടക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെയാണ് പറയുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് നടക്കാൻ വരുമായിരിക്കും. ഇപ്പൊ എന്തായാലും ഒരു കുഞ്ഞിനെ പോലും ഒന്നും കാണുന്നില്ല. നോക്കാല്ലേ, അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറെ പേർ വരുമെന്ന പ്രതീക്ഷയോടെ അവിടെ ഇവിടെയും കാണുന്ന വൈദ്യുത ദീപങ്ങളുടെ ആ വെളിച്ചത്തിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുന്നത്. ഇവിടെ മാത്രമല്ല, ഇവിടുത്തെ സൂര്യോദയമൊക്കെ അതിമനോഹരമായ സൂര്യോദയമാണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ സൂര്യോദയമൊക്കെ കാണിക്കാം. നമുക്ക് വാർത്തകളൊക്കെ നോക്കാം. ഒരുപാട് വാർത്തകൾ നിറഞ്ഞ വാർത്താഭരിതമായ ഒരു ദിവസമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കാം ഇന്ന് സംഭവിക്കാനിരിക്കുന്ന പ്രധാന വാർത്തകൾ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നിൽക്കുന്നത് കടമ്പ്രയാറിന്റെ തീരത്താണ്. കടമ്പ്രയാർ ഇവിടെ ഒരു എക്കോ ടൂറിസം കേന്ദ്രമാണ്. കുറെ നാളെ എക്കോ ടൂറിസം കേന്ദ്രമാണ്. ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ തോക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായ ഒരു പ്രകൃതി ഭംഗിയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. രാവിലെ ഇവിടെ വന്നാൽ വളരെ സമാധാനവും ശാന്തവും എന്ന് പറഞ്ഞാൽ ഇത് നഗരത്തിൽ നിന്ന് ഒരുപാട് മാറിയൊന്നുമല്ല. കാക്കനാട് നിന്ന് വളരെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത് നഗരമല്ല, ഇത് നല്ല ഒന്നാന്തരം ഗ്രാമത്തിന്റെ വൈബുള്ള ഭംഗി, അതെ, വൈബുള്ള സ്ഥലമാണ്. ഇവിടെ കടമ്പ്രയാറിന്റെ തീരം. നമുക്ക് ഇവിടുത്തെ ചില മാലിന്യങ്ങളെ പറ്റിയൊക്കെ നിരന്തരം വാർത്തകൾ ഒന്നുകൊണ്ടൊക്കെ ഇരുന്നാണ് അല്ലേ. മനക്കത്തോട്, ചിത്രപ്പുഴ, കടമ്പ്രയാർ അവിടെയൊക്കെ മാലിന്യം വരുന്നത് കാരണം നമ്മുടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. അതെ, അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നമുക്ക് ആദ്യം പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അമേരിക്കയിലും ഇസ്രയേലിലും ഒക്കെ പോകേണ്ടി വരും. ഈ ട്രംപ് വരും എല്ലാം ശരിയാകുമെന്ന് റിപ്പബ്ലിക്കൻസ് ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നിരുന്നല്ലോ. അപ്പോൾ ട്രംപ് വരുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ ശരിയാകുമോ എന്ന വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. ഇസ്രയേലും ഹെസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുന്നു. അതെ, വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചർച്ചകൾ നടക്കുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായ വ്യോമാക്രമണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ലെബനന്റെ മേഖലകളിൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിനൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാണ്ട് ധാരണകളാവുന്നുണ്ട്. ബുധനാഴ്ച 4 AM, അതായത് പുലർച്ചെ 4 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാകണമെന്നാണ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി അംഗീകരിച്ചിരിക്കുന്നു. ഇസ്രായേൽ മന്ത്രിസഭ, ക്യാബിനറ്റ് അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. അപ്പോൾ അവിടെ എന്തായാലും മധ്യപൂർവേഷ്യയിൽ ശാന്തിയുടെ, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കാനുള്ള ഒരു തുടക്കമായിരിക്കുമെന്ന് നമ്മളങ്ങ് പ്രതീക്ഷിക്കുകയാണ്. കാര്യം ഇത് ആ യുദ്ധങ്ങൾ തുടങ്ങിയത് ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള വെടിനിർത്തലിനുള്ള ഒരു സന്നദ്ധത സ്വയമേവ അറിയിക്കുന്നത്. ഇക്കാലം അത്രയും ബാക്കിയുള്ളവർ പറയുമ്പോഴും അദ്ദേഹം യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ മധു കൊട്ടരക്കര, ശരിയാണ്, മധു കൊട്ടരക്കര അമേരിക്കയിൽ നിന്നാണ്. മജോടാ, ഗുഡ് മോർണിംഗ്. എവിടെ നിന്നാണ് ഗുഡ് മോർണിംഗ്? കടമ്പ്രയാറിന്റെ ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും, കടമ്പ്രയാറിന്റെ ഗ്രാമ്യ മനോഹരതയിൽ നിന്നും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മജോടാ. അതെ, എനിക്കത് ന്യൂജേഴ്സിയിലാണെങ്കിലും മധുചേട്ടന് താമസിക്കുന്ന ഇതേപോലെ ഒരു സ്ഥലത്താണ്. വളരെ ഗ്രാമ്യ ഭംഗിയുള്ള ഒരുപാട് മരങ്ങളും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് വെരി ഗുഡ് ഈവനിങ് ആണ് അല്ലേ? ഞങ്ങൾക്ക് ഗുഡ് മോർണിംഗ്, അവിടെ ഗുഡ് ഈവനിങ്. അപ്പോൾ ശ്രീ മധു കൊട്ടാരക്കര, ഈ ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ മധ്യപൂർവേഷ്യയിൽ ചില മാറ്റങ്ങൾക്ക്, നല്ല മാറ്റങ്ങൾക്കുള്ള സാധ്യത കാണുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു വെടിനിർത്തൽ കരാർ എപ്പോൾ പ്രാബല്യത്തിലാകും? നമുക്കിത് ഗസയിലേക്കും ബാക്കി എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്ത്യാന. ആദ്യമായിട്ട് അവിടെ നേരം പരപര വെളുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളും അല്പം അന്ധകാരത്തിലാണ്. ഇവിടെ അമേരിക്കയിലും രാത്രിയാണ്. നേരത്തെ ഇരുട്ട് പരക്കും. ഏതാണ്ട് ഒരു 4:30-5 മണിയോടുകൂടി ഈ ടൈം സേവിങ് വന്നതോടുകൂടി ഇനി ഈ ബൈഡൻ പടിയിറങ്ങും മുമ്പ് അദ്ദേഹത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളെ തേടി എത്തുന്നത്. കാരണം ഏറെ പണിപ്പെട്ടിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെയും കൊണ്ട് ഏതാണ്ട് 5 ദശാബ്ദത്തെ സൗഹൃദമാണ് ബൈഡനും നെതന്യാഹുവും തമ്മിൽ. പക്ഷേ അവസാനം ബൈഡൻ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു നിലയിലേക്ക് പോവുകയായിരുന്നു നെതന്യാഹു. ഈ വെടിനിർത്തൽ കരാറിന് നെതന്യാഹുവിനെയും കൊണ്ട് സമ്മതിപ്പിച്ചത് ബൈഡനെ സംബന്ധിച്ച് ഒരു വലിയ ഭരണ നേട്ടമായിട്ട് നമുക്ക് പറയാം. ലെബനൻ കണ്ട ഏറ്റവും ദശാബ്ദങ്ങൾക്ക് ശേഷം ഉള്ള ഏറ്റവും വലിയൊരു യുദ്ധത്തിനാണ് ഇപ്പോൾ ഈ ശമനം വന്നിരിക്കുന്നത്.
അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇസ്രായേൽ വാർ ക്യാബിനറ്റ് ഈ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകിയത്. ഇതോടെയാണ് ഈ പ്രധാന തടസ്സം നീങ്ങിയത്. തുടർന്ന് അല്പസമയം മുമ്പ് വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ജോ ബൈഡനാണ് ഈ വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായിട്ട് ഇത് അംഗീകരിക്കപ്പെട്ടതായിട്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 4 മണി മുതൽ ഈ വെടിനിർത്തൽ നിലവിൽ വരും. 60 ദിവസത്തിനുള്ളിൽ ഈ ഇസ്രായേൽ സേന ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങും. അതുപോലെ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ അതിർത്തിയിൽ വരില്ല എന്നുള്ള ഉറപ്പും വരുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വലിയ തോതിലുള്ള കുടിയൊഴിപ്പിക്കലാണ് നടത്തിയിരിക്കുന്നത്. ഈ പൗരന്മാർക്കെല്ലാം സുരക്ഷിതമായിട്ട് തിരിച്ച് അവരുടെ മേഖലയിലേക്ക് എത്തുവാനുള്ള സൗകര്യം ലെബനൻ സേനയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ 10 ലക്ഷത്തിലധികം ലെബനീസ് പൗരന്മാരും അതുപോലെ 10,000-കണക്കിന് ഇസ്രായേലുകാരുമാണ് പെട്ടെന്ന് ഈ മേഖലയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടേണ്ടി വന്നത്. അതുമാത്രമല്ല, മരണനിരക്കുകൾ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 3000-ലധികം ലെബനൻകാർക്കും 100ഓളം ഇസ്രായേൽ പൗരന്മാർക്കും ഈ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ മേൽ പ്രത്യേകിച്ച് പറയത്തക്ക ഒരു നിയന്ത്രണമൊന്നുമില്ലെന്ന് നമുക്കെല്ലാം അറിയാവുന്ന ലെബനൻ ഗവൺമെന്റ് ഇന്ന് രാവിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളുമായി ഈ വെടിനിർത്തൽ കരാർ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യും. ഇതിന് പ്രധാനമായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബൈഡൻ ഭരണകൂടവും അമേരിക്കയും വിലപേശി ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയെടുത്ത ഒരു കരാറാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുകയായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഈ കരാർ അംഗീകരിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ നെതന്യാഹു ജോ ബൈഡനുമായിട്ട് സംസാരിച്ചു. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന ഹാഷ്മി. മധു, വെറും കൗതുകത്തിന് വേണ്ടി ഒരു ചോദ്യം, വെറും കൗതുകത്തിന് വേണ്ടി. കാരണം ഈ ഒരു കരാർ ഒരു അല്പം മുമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സാധ്യമാക്കാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തലവര തന്നെ മാറുമെന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിച്ചുകൂടെ? ഒട്ടും കരുത്തില്ലാത്ത ഒരു പ്രസിഡന്റ് എന്നുള്ള ആ ഒരു ഇമേജ് ബൈഡന് മാറിക്കിട്ടില്ലായിരുന്നു. ക്രിസ്റ്റീന, അക്ഷരാർത്ഥത്തിൽ ഒരുപക്ഷെ അത് ശരിയായേക്കാം. കാരണം ഈ ബൈഡന്റെ ഭരണ പരാജയങ്ങൾ കമലാ ഹാരിസിനെ പറയുമ്പോൾ പലപ്പോഴും അത് ചേർത്ത് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയങ്ങളിലുള്ള റാലികളിൽ മനഃപൂർവ്വം കമലാ ഹാരിസ് ജോ ബൈഡനെ ഒഴിവാക്കിയിട്ട് പോലും പരാജയപ്പെടേണ്ടി വന്നത്. ഓക്കെ, താങ്ക് യു മധുചേട്ടൻ, താങ്ക് യു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവിടെ സമാധാനം, പശ്ചിമേഷ്യയുടെ ആകാശത്ത് എന്തായാലും സമാധാനം വിരിയട്ടെ. ഒരുപാട് പേരെ കൊന്നു, ഇതിനോടകം തന്നെ ഒരുപാട് സ്ത്രീകളെയും ഒരുപാട് കുഞ്ഞുങ്ങളെയും ഒക്കെ കൊന്നു തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഗാസയിലും ഈ വെടിനിർത്തലുണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അത് ട്രംപ് അധികാരത്തിലേക്ക് എത്തിയിട്ട് വേണോ വേണ്ടെന്നുള്ള ആലോചന നടക്കുകയാണ്. അതെ, എന്തായാലും ഗാസയിലും അതേപോലെ തന്നെ മറ്റു മേഖലകളിലും യുക്രൈന്റെ കേസിലും ഒരു നല്ല തീരുമാനത്തിലേക്ക് പോകുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു പ്രാഥമിക ധാരണയൊക്കെ അവർക്കിടയിൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ എത്തിയിട്ട് വേണോ വെടിനിർത്തൽ, അതോ അതിനു മുമ്പ് വേണോ എന്ന് ആലോചന നടക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ അത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊന്നുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും അത് നമുക്ക് ഇത് തന്നെ ഒരു ആശ്വാസകരമായ വാർത്തയാണ്. അപ്പോ നമ്മൾ അടുത്ത പാലം കയറാൻ പോവുകയാണ്. ഇവിടെ കുറെ പാലം, നമ്മൾ ആദ്യം ഒരു പാലം കണ്ടു. ഇവിടെ ഒരു തൂക്കുപാലത്തിലേക്ക് നമുക്ക് തൂക്കുപാലമാണോ ഒരു അനങ്ങുന്ന പാലം എന്നൊക്കെയാ പറയുന്നത്. നോക്കാല്ലേ, നമ്മൾ കയറി കഴിഞ്ഞിട്ട് നോക്കാതെ അനങ്ങുമെന്ന്. എന്തായാലും ഇത് കാണുമ്പോ മറ്റേ ഷാരൂഖ് ഖാന്റെ സിനിമയിലെ ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ ഒക്കെ ഒരു മാതൃക പോലെ തോന്നുന്നുണ്ട്. മനോഹരം ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അപ്പൊ ഇനി അടുത്തൊരു വാർത്ത, നമ്മൾ അമേരിക്കയിൽ നേരെ നാട്ടിലേക്ക് വരികയാണ്. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ ആ കുടുംബത്തിന്റെ അവിശ്വാസം കോടതിയിൽ പറയുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. ഹർജിയുടെ രൂപത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുടുംബം. പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിഭാഗത്തിന് വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനുള്ള അവസരം ഒരു കൊടുക്കുകയാണോ എന്ന് സംശയം കുടുംബത്തിനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇത് ആത്മഹത്യയാണെന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ കുടുംബം വിശ്വസിക്കുന്നില്ല. ഇത് കൊലപാതകമാകാനുള്ള സാധ്യത കുടുംബം തള്ളിക്കളയുന്നുമില്ല. ആ ഹർജി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. എനിക്ക് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായിട്ട് ചേരുന്നത്. ശ്രീകാന്ത്, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പുതിയ ഒരു ആരോപണം കുടുംബം ഉന്നയിച്ചിരിക്കുകയാണല്ലോ. അത് ഏത് സാഹചര്യത്തിലാണ് ഇത് കൊന്നുകെട്ടി തൂക്കിയതാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്? അതേപോലെ തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ സഹായവും പ്രതികൾക്ക് ചെയ്തു കൊടുക്കുന്നു, PPDVക്ക് പ്രത്യേക സഹായം ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഹൈക്കോടതി ഇന്ന് ഹർജി പരിഗണിക്കുകയും കൂടിയാണല്ലോ. കൃഷ്ണ, ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ച് ഈ കേസ് ഇന്ന് പരിഗണിക്കാനായി എടുക്കുകയാണ്. ഇന്ന് ഈ കേസിൽ അങ്ങനെ കാര്യമായൊരു ഡെവലപ്മെന്റ് ഉണ്ടാകും എന്ന് കരുതാൻ സാധിക്കില്ല. കാരണം ഒരു സാങ്കേതിക നടപടിയായിരിക്കും ഇന്നുണ്ടാവുക. അതായത് ഒരു നോട്ടീസ് അയക്കൽ CBIക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും എതിർകക്ഷികളായ പോലീസിനടക്കമുള്ളവർക്ക് ഒരു നോട്ടീസ് പോവുക എന്നുള്ളതായിരിക്കും ഇന്നുണ്ടാകുന്നത്. CBIയെ സംബന്ധിച്ചിടത്തോളം ഒരു കൊള്ളാവുന്ന ഒരു കേസാണ് ഇത്. ഒരു പൊളിറ്റിക്കൽ കേസ് കൂടി അവരുടെ കയ്യിലേക്ക് വരും എന്നുള്ളതിനാൽ ഇതിനെ എതിർക്കാനുള്ള സാധ്യത കുറവാണ്. അവർ ഈ കേസ് അന്വേഷിക്കാൻ സന്നദ്ധത അറിയിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷെ സംസ്ഥാന സർക്കാർ
എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കുടുംബം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല, ആത്മഹത്യയാണ് എന്ന പോലീസിന്റെ നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല. ഒന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് പോലീസ് പരിശോധിക്കാതിരുന്നത് എന്താണ് എന്ന കാര്യം ഹർജിയിൽ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ CPM നേതാവായ പ്രതി ഭരണതലത്തിൽ വലിയ സ്വാധീനമുള്ളയാളാണ്. അതിനാൽ തന്നെ ഇത് അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നവർ പറയുന്നുണ്ട്. PP ദിവ്യയ്ക്ക് ഈ മരണത്തിന് ശേഷവും ഈ പ്രതി PP ദിവ്യ നവീൻ ബാബുവിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും അവരും അവരെ പിന്തുണയ്ക്കുന്നവരും സോഷ്യൽ മീഡിയയിൽ അടക്കം ചില കുത്തുവാക്കുകൾ പറഞ്ഞ് ഇത്തരത്തിൽ വിമർശനം തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നത്. ഈ നീതി ലഭിക്കണമെങ്കിൽ അത് പോലീസിൽ നിന്ന് ലഭിക്കില്ല. പോലീസ് ഈ തെളിവുകളെല്ലാം തന്നെ കുഴിച്ചു മൂടുകയാണ്, നിർണായക തെളിവുകൾ. പ്രതിക്ക് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ സഹായം നൽകുകയാണ്. അങ്ങനെ രൂക്ഷ വിമർശനമാണ് പോലീസിനെതിരെ ഉന്നയിക്കുന്നത്. തുടർന്നാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കോടതിയാണ് തീരുമാനമെടുക്കേണ്ടതും. സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും, അതിൽ CPMന്റെ നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കൂടി അറിയാനുള്ള കൗതുകമുണ്ട്. കോടതിയിലേക്ക് കേസ് ഇന്നെത്തും. ഓക്കെ, ADM നവീൻ ബാബുവിന്റെ കുടുംബം പൂർണ്ണാർത്ഥത്തിൽ പോലീസിനെ വിശ്വസിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ പക്ഷേ അവർക്ക് ആ വിശ്വാസം നഷ്ടപ്പെടുന്നു. കേസുകൾ അട്ടിമറിക്കാൻ നോക്കുമെന്ന് പറയുകയാണ്. പ്രതിക്ക് വ്യാജത ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി നടക്കുമെന്ന് പറയുകയാണ്. എന്തായാലും ആ വിശ്വാസ നഷ്ടത്തെപ്പറ്റി സർക്കാരിനും CBIനൊക്കെ പറയാനുള്ളത് എന്താണ് എന്നുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയം കൂടിയാണല്ലോ ക്രിസ്റ്റീന. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീന മുഹമ്മദ് പറയുന്നത് നമ്മളിപ്പോൾ എവിടെയാണെന്ന് അറിയാം, ഹാഷ്മിയും ക്രിസ്റ്റീനയും ഇപ്പോൾ എന്റെ പഞ്ചസാര പാത്രത്തിന്റെ മുകളിലാണെന്ന്. അതെന്ന് മനസ്സിലായോ? മൊബൈൽ ഫോൺ ചിലപ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കാം ഇത് കാണുന്നത്. ചായ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ. അതെ, പക്ഷെ മൊബൈൽ ഫോൺ ചായക്കകത്ത് വിടുവാതിരിക്കാൻ നോക്കണം, സാമ്പാറിനകത്ത് വിടുവാതിരിക്കണം. അങ്ങനെ പ്രശ്നമുണ്ട്, അടുക്കളയിൽ ഫോൺ കണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ. വാർത്താഭരിതമായ ഒരു ചായ രാവിലെ. അപ്പൊ നമ്മുടെ എല്ലാ പ്രേക്ഷകരും ഉണ്ട്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ബീന സുരേഷ്, ഹസീന ഷാജി, സീന മുഹമ്മദ്, ധന്യ, ഏഞ്ചൽ മരിയ, ജിഷ്ണു വിജയൻ, എക്സ്ട്രീം എന്തോ ബാക്കി എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് വായിച്ചു പോകേണ്ടതുണ്ട്. പ്രസന്ന, ഫാത്തിമ, മലബാർ വാലി, അത് PC ദിലീപാണ്. മിനി ബാബു ചേച്ചിയുണ്ട്. സുലൈമാൻ അബ്ദുൾ ഖാദർ ഉണ്ട്. സുജിൻ SK ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം റോഷ്നി റോഷ് ഉണ്ട്. ഇവർക്കെല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഷാനു, ഫാത്തിമ. അപ്പൊ നമുക്ക് പോകെ കൂടുതൽ കമന്റുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ നിൽക്കുന്നത് കടമ്പറയാറിന്റെ വിരിമാറിലൂടെ നമ്മൾ ഒരു പാലത്തിൽ കൂടി, വിരിമാറല്ലേ ആണോ? വിശാലമായ ഒരു സ്ഥലമാണ്, വളരെ വിശാലമായ കടമ്പറയാറിന്റെ ഏതാണ്ട് നടുഭാഗത്തൊരു പാലം ഇങ്ങനെയുണ്ട്. ആ പാലം വളരെ മനോഹരമായ പാലമാണ്. ഈ പാലം എന്ന് പറഞ്ഞാൽ കടമ്പറയാർ ടൂറിസം പദ്ധതി മനക്കക്കടവ് തൂക്കുപാലമാണ് ഇവിടെ. അപ്പോൾ തൂക്കുപാലം തന്നെയാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ശ്രീ VP സജീന്ദ്രൻ MLA അധ്യക്ഷനായിരുന്ന ഒരു പരിപാടി. അന്നത്തെ മുഖ്യാതിഥികൾ ശ്രീ ഇന്നസെന്റ് MP ഉണ്ടായിരുന്നു, റാണി ജോർജ് IAS ഉണ്ടായിരുന്നു, K മുഹമ്മദ് വൈ സഫീറുള്ള IAS ഉണ്ടായിരുന്നു, ബാലകരൻ IAS. അപ്പോൾ അതിന്റെ അതിന്റെ ശിലാസ്ഥാപനമൊക്കെ അവിടെ കാണുകയാണ്. അപ്പോൾ ഇത് ഒരു എക്കോ ടൂറിസം മേഖലയാണ്. ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് രാവിലെ നടക്കാനൊക്കെ. അധികമല്ലാതെ എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന് നഗരപരിധിക്കകത്ത് വളരെ മനോഹരമായ, വെറുതെ ഒന്നൊക്കെ ഇരിക്കാവുന്ന, ശാന്തസുന്ദരമായ, വളരെ വളരെ സെറീനായ, മനോഹരമായ, പരിശുദ്ധമായ പ്രകൃതി. അവിടെ കൂടെ കൊറ്റികൾ പറക്കുന്നുണ്ട്, ചില പക്ഷികൾ അവിടെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ആ പറക്കുന്ന പക്ഷികളുടെ നിഴലി വെള്ളത്തിൽ കാണാൻ സാധിക്കും. ചുറ്റും പച്ചപ്പും ഹരിതാഭയും നല്ല വായുവും ഒക്കെയുള്ള ഈ മനോഹരമായ പാലത്തിലൂടെയുള്ള ആ പാട്ട് ഓർമ്മ വരുന്ന രീതിയിലുള്ള, പെട്ടെന്ന് അധികം തള്ളാതെ അടുത്ത വാർത്തയിലേക്ക് പോകാൻ പറയാണമൽ. സങ്കട വാർത്തയാണ്. തൃശ്ശൂർ തൃപ്രയാറിൽ തടിലോറ് കയറി ഇറങ്ങി ഉണ്ടായ അപകടത്തിൽപ്പെട്ട പരിക്കേറ്റ 3 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് പറയുന്നത്. പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളായ ജാൻസി, ദേവേന്ദ്രൻ, ചിത്ര തുടങ്ങിയവരാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. അപകടമുണ്ടാക്കിയ ലോറി ഡ്രൈവർ ജോസിനെയും ക്ലീനർ അലക്സിനെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. വളരെ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ആ നാടോടി സംഘത്തിലുള്ള ഒരു സ്ത്രീ ആശുപത്രിയിൽ ഇരിക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ആശുപത്രിയിലെ ആ കസേരകളിൽ ഇരിക്കാൻ പറയുമ്പോൾ അവർ ആ താഴെയാണ് ഇരിക്കുന്നത്. കാരണം ആ കസേരയിൽ ഇരിക്കാൻ പോലുമുള്ള അവരുടെ മനസ്സ് അവരെ അനുവദിക്കുന്നില്ല. കാരണം ഈ പറയുന്ന വീടില്ല, കുടുംബമില്ല, തെരുവോരത്ത് കിടന്നുറങ്ങുന്നു. എങ്ങനെയാണ് ആ ജീവിതം എനിക്ക് തോന്നുന്നു ഊഹിക്കാൻ പോലും. കടമ്പറയാറിന്റെ വിശാലമായ ഗ്രാമപ്രദേശത്ത് നിൽക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഒരുപാട് നടക്കാൻ വരുന്ന സ്ഥലമൊക്കെയാണ്. പക്ഷെ അധികം പേര് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഈ പാലത്തിൽ കൂടെ അവിടെ നിന്ന് കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രധാനപ്പെട്ട എക്കോ ടൂറിസം മേഖല കൂടിയാണ് ഈ ഭാഗത്തെ.
കടമ്പ്രയാർ ഒഴുകുന്നു. കടമ്പ്രയാറിന് മുകളിൽ കൂടി കൊക്കുകൾ കുറ്റികൾ രാവിലെ പറക്കുന്നു. അതെ. പ്രഭാതം ഇവിടെ വളരെ മനോഹരമായി പൊട്ടിവിട്ടുന്ന വരുന്ന അതിമനോഹരമായ കാഴ്ചയ്ക്ക് നമ്മൾ ആകാശത്ത് വെള്ള കീറുന്നു. നമ്മുടെ പ്രേക്ഷകർ കമന്റിലൂടെ നമ്മളോടൊപ്പം ചേരുന്നു. അപ്പോൾ അവരിൽ ഒരുപാട് ദിലീപ് PC പറയുന്നുണ്ട്, കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മംഗളവനം പക്ഷി സങ്കേതത്തിലൂടെ മോർണിംഗ് വാക്ക് ഒരു ദിവസം നമുക്ക് ഹൈക്കോടതിക്ക് അടുത്താണ്. നമ്മൾ ഒരു തവണ അതിനടുത്ത് നമ്മുടെ APJ അബ്ദുൽ കലാം വാക്ക് വേ പോയായിരുന്നു. അതിനടുത്താണ് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം മംഗളവനത്തിൽ കൂടി പോവാം. എം സമീർ പറയുന്നു, എന്റെ കമന്റ് വായിച്ചില്ല എന്ന്. കമന്റ് വായിക്കുന്ന ആൽഫ ഉണ്ട്, നമ്മുടെ ബീന ജോയി ഉണ്ട്, കുഞ്ഞിപ്പാപ്പി, എം സമീർ, അതെ, വിനോദ് നായർ ഉണ്ട്. ഇവരൊക്കെ സ്ഥിരം വരുന്നവരാണ്. സജീവ, ശ്രീരാജ്. അപ്പൊ എല്ലാവരോടും നമുക്ക് വീണ്ടും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കടമ്പ്രയാറിന്റെ ഈ ഗ്രാമപ്രദേശത്ത് നേരം പരപരാ വെളുത്തു വരുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനും ഇവിടെ സൂര്യൻ ഉദിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പറയാമോ അല്ലെ? അങ്ങനെയൊക്കെ പറയാം അല്ലേ, സൂര്യൻ അറിയണ്ട. അപ്പോൾ ഇവിടുത്തെ സൂര്യോദയം ഭയങ്കര രസമാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തോ ഏത് ദിക്കിലായിരിക്കും സൂര്യൻ ഉദിക്കുന്നത്. ഇവിടെ ആയിരിക്കും. നോക്കാം അല്ലേ, നമുക്കറിയാൻ പറ്റും, നോക്കാൻ പറ്റും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഇന്ന് ഫെങ്കൽ ചുഴലിക്കാറ്റായി മാറിയേക്കും എന്നാണ് പറയുന്നത്. നിലവിൽ ചെന്നൈയിൽ നിന്ന് തെക്ക് കിഴക്കായി 800 കിലോമീറ്റർ അകലെയാണ് ന്യൂനമർദ്ദം. ഇത് വടക്ക് പടിഞ്ഞാറൻ തമിഴ്നാട്ടിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. റഹീസ്, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു ന്യൂനമർദ്ദമുണ്ട്, ഫെങ്കൽ ചുഴലിക്കാറ്റായി രൂപം പ്രാപിക്കുമെന്ന് പറയുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? ചില വിദ്യാലയങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ടല്ലോ. കേരളത്തിൽ ഫെങ്കൽ എഫക്ട് ഉണ്ടോ റഹീസ്? ക്രിസ്റ്റീന, ഹാഷ്മി, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് തമിഴ്നാടുകാർക്കും ഗുഡ് മോർണിംഗ് ആകട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട കനത്ത ന്യൂനമർദ്ദം ഇന്ന് ഫെങ്കൽ ചുഴലിക്കാറ്റായി മാറുകയാണ്. നിലവിൽ എന്തായാലും ചെന്നൈയിൽ നിന്നും 800 കിലോമീറ്റർ അകലെയാണ് ന്യൂനമർദ്ദമുള്ളത്. വടക്ക് പടിഞ്ഞാറൻ തമിഴ്നാട്ടിലേക്കാണ് നിലവിൽ ഇത് നീങ്ങുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു 2 ദിവസമായി ഈ ന്യൂനമർദ്ദത്തിന്റെ ഒരു കടുത്ത ആശങ്കയിലാണ് തമിഴ്നാടുള്ളത്. ഇത് കടുത്ത കാറ്റായിട്ടൊന്നും മാറില്ല. പക്ഷേ തമിഴ്നാട്ടിലും ഒപ്പം തന്നെ ഈ തീരദേശ മേഖലയിലുള്ള ജില്ലകളിലൊക്കെയും കനത്ത മഴയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാകും ഇതൊരു ചുഴലിക്കാറ്റായി മാറുക എന്ന് പറയുന്നുണ്ട്. നിലവിൽ തമിഴ്നാടിന് മുഴുവനായി ഒരു റെഡ് അലേർട്ട് എന്നുള്ള രീതിയിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ചെന്നൈ IMDയുടെ ഭാഗത്തു നിന്നും റീജിയണൽ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും നിലവിൽ 2 ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും തമിഴ്നാട്ടിലും ഒപ്പം തന്നെ കേരളത്തിലെ ചില ജില്ലകളിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ കനത്ത മഴയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതും ഉച്ചയ്ക്ക് ശേഷം മഴ അതിശക്തമാകും എന്നും പറയുന്നുണ്ട്. തീരദേശ മേഖലയിലാണ് പ്രധാനമായും ഒരു ആശങ്കയുള്ളത്. ഇവിടെ കടൽക്ഷോഭം ശക്തമാണ്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന് കഴിഞ്ഞ 2 ദിവസമായി തന്നെ നിർദ്ദേശമുണ്ട്. ഇന്നലെയൊക്കെ ഇത് തെറ്റിച്ച് ചിലർ കടലിൽ പോയിരുന്നുവെങ്കിലും അവരെ രാവിലെ തന്നെ തിരികെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. മഴയെ നേരിടാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണ സജ്ജമാണ് എന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിശദീകരണം. ഒപ്പം തന്നെ SDRFന്റെയും NDRFന്റെയും ഒക്കെ സംഘങ്ങൾ തയ്യാറാണ്. ഇവർ വിവിധ മേഖലകളിലായി തമ്പടിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള എമർജൻസി നേരിടുകയാണെങ്കിൽ ഇവർ ഉടൻ തന്നെ ആക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കേണ്ട ഏതെങ്കിലും സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയും വളരെ പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും എന്ന് പറയുന്നുണ്ട്. 2 ദിവസം എന്തായാലും തമിഴ്നാട്ടിന് ആശങ്കയുണ്ട്. 2 ദിവസത്തിന് ശേഷം ഇത് ശ്രീലങ്കയിലേക്ക് അടുക്കും. അപ്പോൾ വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് പറയുന്നത്. നിലവിൽ ചെന്നൈയിൽ കടുത്ത തണുപ്പാണ്. ഒപ്പം തന്നെ തണുത്ത കാറ്റുമുണ്ട്. രാവിലെ നല്ല മഞ്ഞുണ്ട്. ഇത് വൈകിട്ടും ഇത്തരത്തിൽ ഒരു 5 മണിയാകുമ്പോൾ തന്നെ ചെന്നൈയിൽ മഞ്ഞുണ്ടാകുന്നൊരു സ്ഥിതിയാണ് ഉള്ളത്. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി, എന്തായാലും റഹീസിനും തമിഴ്നാട്ടുകാർക്കും ഒക്കെ ഫെങ്കൽ ഇമ്പാക്ട് ഇല്ലാത്ത നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതെ, നമ്മൾ നിൽക്കുന്ന കടമ്പ്രയാറാണ്. ഇവിടെ നിൽക്കുമ്പോഴേ സൈഡിലൊക്കെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് കഷ്ടമല്ലേ ഇതൊക്കെ. പ്ലാസ്റ്റിക് ഇതാണെങ്കിൽ ഇത് ഇവിടെ വരുന്നവരൊരു കഴിച്ചിട്ടൊക്കെ ഇടുന്ന ഫ്രൈഡ് ചാനയോ എന്താണ് പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ ഉണ്ട്. മൊത്തം ഈ സൈഡിൽ മൊത്തം ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നിടത്ത് തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക. ഒരു രസമുള്ള സ്ഥലമല്ലേ, അപ്പൊ അവിടെ നടക്കാൻ വരുമോ, അവിടെ എൻജോയ് ചെയ്യാൻ വരുന്നതിന് കൂടെ ഈ സാധനമൊക്കെ പറക്കി ഇവിടെ ഇടാന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. ചെയ്യാതിരിക്കുക. നമ്മൾ മിനിമം ഒരു പൗരബോധം ഉള്ളവരെ മാറുക, സിവിൽ ബോധം ഉള്ളവരെ മാറുക എന്നുള്ളത് പ്രധാനമാണ്. അതെ, വരുമ്പോ ആ ബോർഡൊന്ന് വായിക്കുക. കാരണം ഇനിയും വരുന്നവർക്കും ഇവിടെ ജീവിക്കാനും ഇവിടെ സ്വസ്ഥമായി നടക്കാനും ഒക്കെ ഉള്ള സൗകര്യം ആദ്യം പോകുന്നവരുണ്ടാക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, അപ്പോൾ അതായത് നമ്മൾ
ലേസിന്റെ കവറും അതിന്റെ കവറും ഇതിന്റെ കവറും ഒക്കെ ആയിട്ട് ഒരുപാട് കവർ ഇവിടെ കിടക്കുകയാണ്. കഷ്ടമാണ്, ചെയ്യരുത്. അത് മാത്രമേ നമ്മൾ പറയുന്നത് അല്ലേ? അതെ. അപ്പോൾ താണ്ട് ഇവിടെ സൂര്യൻ അല്പസമയത്തിനകം ഉദിച്ചു വരും. സൂര്യൻ ഉദിക്കുന്ന ദിക്കേതാന്ന് ഇപ്പോഴും പിടികിട്ടുന്നില്ല. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമ്മുടെ പുറകിലാണെന്ന് നമുക്ക് ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്നാണ് എന്ന് പറയാറുണ്ട്. അപ്പോ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി കൊണ്ടുവന്ന മുസ്ലിം വനിതാ നിയമം ഭരണഘടനാ ലംഘനമെന്ന് പ്രഖ്യാപിക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചേക്കും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക. ഹർജിക്കെതിരെ കേന്ദ്ര സർക്കാർ നേരത്തെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. 3 തവണ തലാഖ് ചൊല്ലി മുസ്ലിം പുരുഷന്മാർ വിവാഹബന്ധം വേർപ്പെടുത്തുന്നത് ഭരണഘടനാ വിവാഹമെന്ന സാമൂഹിക വ്യവസ്ഥിതിക്ക് അപകടമാണെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു. സുപ്രീം കോടതി തന്നെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച മുത്തലാഖിനെ ക്രിമിനൽ കുറ്റമാക്കിയ നിയമത്തിൽ ഇടപെടരുതെന്നും ഹർജി തള്ളണമെന്നുമാണ് കേന്ദ്രം ഇപ്പോൾ പറയുന്നത്. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കിയ നിയമം ചോദ്യം ചെയ്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉൾപ്പെടെ നൽകിയ ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാൻ പോകുന്നത്. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രേക്ഷകർക്കറിയാം അല്പസമയത്തിനകം ഇവിടെ കറമ്പറയാറിന്റെ ആകാശത്ത് സൂര്യൻ ഉദിക്കും. അപ്പോൾ ഈ സൂര്യോദയം ഭയങ്കര രസമാണ്, ഭയങ്കര ഭംഗിയാണെന്ന് പറയുന്നത്. അപ്പോൾ സൂര്യോദയം അല്പസമയം പ്രേക്ഷകരെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ വഴിയുടെ ഇവിടെ ഇങ്ങോട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നടക്കാനൊക്കെ ഹായ്, നമസ്കാരം. അപ്പോൾ ഇവിടെ കുറെ തെങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ നൈസായിട്ട് ഇതിന് താഴെ നിന്ന് മാറി നിൽക്കുന്നത് സേഫ് ആണെന്ന് തോന്നുന്നു. തെങ്ങ് ചതിക്കില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അല്ലേ? എന്നാലും അപ്പോൾ നമുക്ക് ബൽറാമിലേക്ക് പോകുന്നു തോന്നുന്നു. ബൽറാം അപ്പോൾ ഇന്നിപ്പോൾ പാർലമെന്റ് ശീതകാല സമ്മേളനം തുടരുകയാണ്. വലിയ പ്രതിഷേധം ഇപ്പോൾ സംഭൽ അവിടുത്തെ സംഘർഷത്തിൽ, അദാനിക്കെതിരായ JPC അന്വേഷണത്തിൽ, അങ്ങനെ കുറേ അധികം വിഷയങ്ങൾ ഇന്നും ഉണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. ബൽറാം, ഈ ഇന്നും അപ്പോൾ ഈ അദാനി വിഷയമൊക്കെ പ്രതിപക്ഷത്തിന് എല്ലാ കാലവും മേൽക്കൈയുള്ള വിഷയമാണ്. അപ്പോൾ അതിന് വളരെ വ്യക്തമായ ഒരു കാരണം കൂടി കിട്ടുമ്പോൾ ഇന്നും പ്രതിപക്ഷം ആ വിഷയം വിടാനിടയുണ്ടോ സഭയിൽ? ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ അദാനി വിഷയം കാലങ്ങളായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നതാണ്. പ്രധാനമന്ത്രിയുമായുള്ള അദാനിയുടെ സൗഹൃദം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നു. നേരത്തെ ഹിൻഡൻബർഗ് വിഷയം 2 പാർലമെന്റ് സമ്മേളനങ്ങളിൽ പ്രക്ഷുബ്ധമാക്കിയതാണ്. ഇത്തവണ ഈ ഒരു കേസ് തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത ആയുധമാക്കി മാറ്റുകയാണ്. അതും ഇന്ത്യയിൽ നടന്ന അഴിമതിയിൽ അമേരിക്കയിൽ കേസ് രജിസ്റ്റർ ചെയ്ത സംഭവം, അത് ഒരു പ്രധാന ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്ന് സഭയുടെ ആദ്യ ദിനം തന്നെ വ്യക്തമായിരുന്നു. ആദ്യ ദിനം നിമിഷങ്ങൾക്കകം തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചു. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ തന്നെയാണ് ഈ വിഷയം ഉന്നയിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സമ്പൽ, വിലക്കയറ്റം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ആയുധങ്ങളായുണ്ട് എങ്കിലും മൂർച്ചയേറിയ ആയുധമായി അദാനി വിഷയം തന്നെ ഉപയോഗിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം, പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങൾ. ഇന്ന് രാവിലെ 10 മണിക്ക് പാർലമെന്റിലെ ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ഓഫീസിൽ ചേരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. മറ്റേതെങ്കിലും വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടോ, ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നതെല്ലാം തന്നെ ഈ ഒരു യോഗത്തിൽ തീരുമാനിക്കും. പ്രധാനമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് വിഷയം, വയനാട്ടിലെ കേന്ദ്ര സഹായം എന്ന വിഷയവും ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനം ഇന്ത്യ സഖ്യത്തിനുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള UDF LDF MP-മാർക്ക് ഉണ്ട്. ഇക്കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നും സഭയിൽ ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനുള്ള തീരുമാനം ഉണ്ട്. ഈ വിഷയം എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മാത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ആലോചനയാണ് കോൺഗ്രസിന് ഉള്ളത്. പ്രിയങ്കയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വയനാട് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തന്ത്രം എന്നുള്ളത്. അതേസമയം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ബില്ലുകൾ, അതിൽ ഏറ്റവും പ്രധാനമായത് വഖഫ് നിയമ ഭേദഗതി തന്നെയാണ്. ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള JPCയുടെ റിപ്പോർട്ട് ഈ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ സമർപ്പിക്കാൻ സമിതി അധ്യക്ഷൻ ജഗദാംബിക പാലിന് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് അതിനായി യോഗം ചേരുന്നുണ്ട്. JPCയുടെ വൈകിട്ട് 3:30 ചേരുന്ന യോഗത്തിൽ ഇതോടുകൂടി തന്നെ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ഒരു തീരുമാനമാണ് സമിതി അധ്യക്ഷനുള്ളത്. എന്നാൽ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. ഹഷ്മി, ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷത്തിന്റെ അവനാഴിയിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയാൻ കഴിയില്ല. വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള സാമ്പത്തിക സഹായം നൽകണം, ധനസഹായം നൽകണം എന്ന് പറയുന്ന ആവശ്യം ഉന്നയിക്കാൻ പോകുന്നു. അത് സഭ നിർത്തി ചർച്ച ചെയ്യണമെന്നൊക്കെ ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്. ഇക്കാലം അത്രയും അവിടെ നിന്ന് കേന്ദ്ര സഹായം ഒന്നും കിട്ടിയില്ല എന്നത് രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, വസ്തുതയാണ്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാവട്ടെ, അല്ലേ?
നമുക്കിന്നൊരു സ്പെഷ്യൽ സന്തോഷം കൂടെ ഉള്ള ദിവസമാണ്. നമ്മുടെ കൂടെ എല്ലാ ദിവസവും മോർണിംഗ് വാക്കിന് ഉണ്ടാകാനും നമ്മൾ മുന്നോട്ട് നടക്കുക പിന്നോട്ട് നടക്കുകയും നമ്മുടെ രാഹുൽ VS-ന് ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നു ഇന്നലെ. അത് അന്താരാഷ്ട്ര പുസ്തക സമൂഹം നൽകിയ മികച്ച ക്യാമറാമാൻ എന്ന അവാർഡാണ്. നമ്മുടെ അനൂപ് ഇപ്പൊ രാഹുലിനെ കാണിച്ചിട്ട് എല്ലാവരും പറയും അനൂപ് നമ്മുടെ രണ്ടാമത്തെ ക്യാമറാമാനാണ്. അപ്പം രാഹുൽ, കൺഗ്രാറ്റുലേഷൻസ് എല്ലാ പ്രേക്ഷകരുടെയും. അതെ അതെ, രാഹുൽ VS ഒക്കെ നമ്മുടെ കരുത്തരായ ക്യാമറമാൻ പടയിലുള്ളതാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് മഴയത്തും കാര്യത്തിൽ ഇപ്പൊ ഷിരൂരിന്റെ വയനാട് രാഹുൽ എത്ര മോശം സാഹചര്യത്തിലും പോസിറ്റീവ് ക്യാമറമാനാണ്. അപ്പൊ എല്ലാ ക്യാമറമാർക്കും നമ്മുടെ ചാനലിൽ മാത്രമല്ല എല്ലാ ചാനലിലെയും കഷ്ടപ്പെടുന്ന എല്ലാ ക്യാമറമാർക്കും അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ.